നമസ്കാരം. നമ്മൾ 2026 ജൂൺ മാസ ഫലം ആണ് പറയുന്നത്. മേടം തുടങ്ങി 12 കൂറുകാരെ ഈ ജൂൺ മാസ ഫലം എങ്ങനെ ബാധിക്കുമെന്നാണ് പറയാൻ പോകുന്നത്. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തിക നാളിൻ്റെ ആദ്യ 15 നാഴിക ഇവ ചേർന്ന മേടക്കൂറുകാർക്ക് ജൂൺ മാസ ഫലം നോക്കാം. ജൂൺ 1 തീയതി വ്യാഴം മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് മേടം രാശിക്കാർക്ക് 4-ലാണ് വ്യാഴം വരുന്നത്. 5-ൽ കേതു ഉണ്ടാകും. 12-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. 11-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു. മേടക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്ര കാലഘട്ടമായിരിക്കും ഈ ജൂൺ മാസം. ജോലിയിൽ അനുകൂലമായ കുറേ മാറ്റങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനുള്ള സാധ്യത ഉണ്ട്. വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം തന്നെ അനുകൂലമായ മാറ്റങ്ങളുടെ സാധ്യത കാണുന്നുണ്ട്. കച്ചവടം ചെയ്യുന്നവർക്കും വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് ഗുണങ്ങളുണ്ടാകും. സാമ്പത്തിക പുരോഗതി, നേട്ടങ്ങൾ, പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ, കാര്യവിജയങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം. 11-ലെ രാഹു അനുകൂലമായതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ അഭിവൃദ്ധി, ദേഹസുഖം ഇതൊക്കെ ഉണ്ടാകാം. അസുഖങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് അല്പാൽപമായിട്ട് കുറഞ്ഞു വരുന്നത് കാണാം. വിദ്യാർത്ഥികൾക്ക് പഠനപരമായ കാര്യങ്ങളിൽ കുറച്ച് ഗുണമൊക്കെ ഉണ്ടാകും. നല്ലതുപോലെ പരിശ്രമം തുടരുക. വിവിധ മേഖലകളിൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഈ ജൂൺ മാസം അനുകൂലമായ പല സാഹചര്യങ്ങളും ഉണ്ടാകും. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഗുണമുണ്ടാകുന്ന ചില തീരുമാനങ്ങൾ വന്നേക്കാം. പല രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ പശ്ചാത്തലത്തിലേക്ക് വന്നു ചേരാം. കാർഷിക രംഗത്തുള്ളവർക്കും വിവിധ രംഗങ്ങളിൽ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കുമെല്ലാം ഈ ജൂൺ മാസം പൊതുവെ ഗുണമുള്ളതായിട്ട് കാണുകയാണ്. എന്തായാലും മേടക്കൂറുകാർ വ്യക്തിപരമായിട്ട് സമഗ്രവും സമ്പൂർണവുമായ രാശി ചിന്തിച്ച് നിങ്ങളുടെ ഗ്രഹസ്ഥിതി മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. കുടുംബപരമായ കാവുകളോ ക്ഷേത്രസ്ഥിതികളോ ഉള്ളവർ അതാതിൻ്റെ അനുഷ്ഠാനങ്ങൾ വളരെ ഭംഗിയായി ചെയ്തു പോകണം. നിങ്ങളുടെ ഗൃഹ ആരൂഢം ശരിയായി പരിശോധനകളൊക്കെ നടത്തി ഉത്തമ സ്ഥിതിയിലാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ആവശ്യമായിട്ട് കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നവർ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് വേണം അത് ചെയ്യാൻ. ഇങ്ങനെ വേണ്ട രീതിയിൽ ശരിയായി പരിശ്രമിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ ഈ ജൂൺ മാസം നിങ്ങൾക്ക് വളരെ ഗുണമുണ്ടാകും. ഇടവക്കൂറ് കാർത്തിക ഒടുവിലുള്ള 45 നാഴിക, രോഹിണി മകയിരമാദ്യ 30 നാഴിക. ഈ വിഭാഗം നാളുകാരെ സംബന്ധിച്ച് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സമയസ്ഥിതിയാണ് കാണുന്നത്. വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണമെന്നില്ല. എന്നാൽ 3-ാം ഭാവത്തിലേക്ക് ജൂൺ 1 തീയതി വരുന്ന വ്യാഴം ഉച്ചക്ഷേത്രത്തിലായതുകൊണ്ട് പല രീതിയിലുള്ള അനുഭവ ഗുണങ്ങൾ സാവധാനം ഉണ്ടാകും. 11-ലെ ശനി വളരെ പ്രയോജനം ചെയ്യും. കർക്കിടക രാശി വ്യാഴത്തിൻ്റെ ഉച്ച രാശി ആയതുകൊണ്ട് 3-ലാണെങ്കിൽ പോലും വ്യാഴത്തിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം. ജീവിതത്തിൽ പ്രയോജനങ്ങളൊക്കെ ലഭിക്കും. തൊഴിൽപരമായിട്ട് വളരെ അനുകൂലമായ നല്ല മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. സാമ്പത്തിക പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാകും. ജീവിതത്തിൽ അഭിവൃദ്ധി കൈവരിക്കുന്നതിനുള്ള സാഹചര്യം രൂപപ്പെടും. വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതിയും
ഉപരിപഠനത്തിന് സാധ്യതയും ഉണ്ടാകാൻ ഇടയുണ്ട്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ പുരോഗതി കിട്ടും. സാമ്പത്തികമായിട്ട് വളരെ അഭിവൃദ്ധിയും നേട്ടങ്ങളും ബിസിനസ്സുകാർക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ശൃംഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതുവഴി കൂടുതൽ നേട്ടമുണ്ടാക്കുന്നതിനുമുള്ള ഒരു അവസരം ഈ ജൂൺ മാസത്തിൽ കിട്ടും. അത് ശരിയായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. വിവിധ രംഗങ്ങളിൽ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും തൃപ്തികരമായ പല സാഹചര്യങ്ങളും ഈ ജൂൺ മാസത്തിൽ ഉണ്ടാകും. അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സ്വസ്ഥതയും ജീവിതത്തിൽ സൗകര്യങ്ങളും വന്നു ചേരുന്നതിന് കാരണമായി തീരുന്നതാണ്. സ്വന്തമായി വിവിധ മേഖലകളിൽ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും തങ്ങളുടെ കർമ്മ മേഖലയെ വിപുലീകരിക്കുന്നതിനും അഭിവൃദ്ധിയിലെത്തുന്നതിനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകും. സാമ്പത്തിക ഉയർച്ച, പുരോഗതി, കാര്യവിജയം, നിങ്ങൾക്ക് ദീർഘകാലമായി മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ സഫലീകരിക്കുക തുടങ്ങിയ അനുഭവങ്ങൾ ഉണ്ടാകും. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ ജൂൺ മാസത്തിൽ അനുകൂലമാണ്. പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഭാവിയിൽ വലിയ പുരോഗതി നേടുന്നതിന് കാരണമായ ഉത്തമ തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഇനി വിവിധ രംഗങ്ങളിൽ കാർഷിക മേഖല, അതുപോലെ മറ്റ് ചെറുകിട കച്ചവടങ്ങൾ, ചെറുകിട കടകൾ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം തന്നെ ഈ ജൂൺ മാസത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചിരിക്കും. സാമ്പത്തിക പുരോഗതി, കാര്യവിജയം, നേട്ടങ്ങൾ, അഭിവൃദ്ധി, പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാധ്യത ഈ ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് പൊതുവെ വളരെ തൃപ്തികരമായിരിക്കും. ഉച്ചക്ഷേത്രത്തിലെ വ്യാഴം ആരോഗ്യകാര്യങ്ങളിൽ വളരെ ഗുണാനുഭവങ്ങൾക്ക് കാരണമാകും. നിങ്ങളുടെ സാഹചര്യം ശരിയായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതായാൽ വലിയ വിജയങ്ങളുണ്ടാകും. എല്ലാ രീതിയിലുമുള്ള അനുഭവ ഗുണങ്ങളും നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ ജൂൺ മാസം വളരെ ഉത്തമ നേട്ടങ്ങൾക്ക് കാരണമാകുന്നതാണ്. മിഥുനക്കൂറ് മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം ഇവ ചേർന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ജൂൺ മാസം. ജൂൺ 1-ാം തീയതി വ്യാഴം മിഥുനരാശിയിൽ നിന്ന് കർക്കടകത്തിലോട്ട് മാറുന്നതോടുകൂടി മിഥുനക്കൂറുകാർക്ക് 2-ലെ വ്യാഴമാണ് വരുന്നത്. അതുകൂടാതെ 2-ലെ വ്യാഴം ഉച്ചക്ഷേത്രമായ കർക്കടകത്തിലായതുകൊണ്ട് കൂടുതൽ അഭിവൃദ്ധികരവുമാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും. സാമ്പത്തിക പുരോഗതി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് വളരെ അനുകൂലമായ ഒട്ടേറെ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങളിൽ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ ഈ ജൂണിൽ തന്നെ അത് സാധിക്കും. വിദേശ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഉടനെ തന്നെ അനുകൂലമായിട്ടുള്ള സാധ്യത ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുക. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടങ്ങൾ, ഉയർച്ച, പുരോഗതി ഇതെല്ലാം ലഭിക്കും. വിവിധ മേഖലകളിൽ വിവിധങ്ങളായ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്
നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിനും അങ്ങനെ നിങ്ങളുടെ ബിസിനസ് ശൃംഖലയെ വലുതാക്കി കൊണ്ടുവരുന്നതിനും അതിലൂടെ കൂടുതൽ വലിയ വരുമാനത്തിലേക്ക് എത്തുന്നതിനുമുള്ള സന്ദർഭം ഉണ്ടാകും. വിവിധ രംഗങ്ങളിൽ സ്വന്തമായിട്ട് തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇതൊരു സുവർണാവസരമാണ്. നിങ്ങളുടെ വിവിധ തൊഴിൽ മേഖലകളിൽ കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് പറ്റും. നിങ്ങളുടെ കച്ചവട രംഗങ്ങളിൽ സ്വന്തമായി ചെയ്യുന്ന തൊഴിൽ, കച്ചവടം തുടങ്ങിയ വിവിധ രംഗങ്ങളിൽ സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടം നിങ്ങൾക്ക് ഉണ്ടാകാൻ ഇടയുണ്ടാകും. അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരാൻ ഇടയുണ്ട്. വിവിധ മേഖലകളിൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒട്ടേറെ ഗുണകരമായ മാറ്റങ്ങൾ ഈ ജൂൺ മാസത്തിൽ വന്നു ചേരുന്നതായിട്ട് കാണാം. നിങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി വളരെ ഗുണം കിട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. നൂതന സംരംഭങ്ങളിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. പുതിയ പുതിയ മേഖലകളിൽ കൂടുതലായിട്ട് ഗവേഷണം നടത്തുന്നതിനും അങ്ങനെ നിങ്ങളുടെ പ്രവർത്തന രംഗം ഒരുപാട് വ്യത്യസ്ത മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ അനുഭവ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലസ്ഥിതിയിലൂടെയാണ് ഈ ജൂൺ മാസം കടന്നു പോവുക. സൂക്ഷ്മവും കൃത്യവുമായ നിങ്ങളുടെ ജാതകസ്ഥിതി പരിശോധിച്ച് ഉത്തമമായ പരിഹാരങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ കൂടുതൽ വിജയങ്ങൾ ലഭിക്കുന്നതാണ്. കർക്കടകക്കൂറാണ് അടുത്തത്. പുണർതം നാളിൻ്റെ അവസാന 15 നാഴിക, പൂയം, ആയില്യം, ഈ 2.25 നാളുകൾ ചേർന്നത് കർക്കടക കൂറ്. ഇപ്പോൾ ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ജൂൺ മാസം. ജൂൺ 1-ാം തീയതി വ്യാഴം കർക്കടക രാശിയിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. 12-ൽ നിന്ന് കർക്കടകത്തിൽ ജന്മത്തിലേക്കുള്ള വരവ് പൊതുവെ ഗുണകരമാണ്. പ്രത്യേകിച്ച് അത് ഉച്ചക്ഷേത്രമായതുകൊണ്ട് കൂടുതൽ ഗുണകരമാണ്. തൊഴിൽപരമായിട്ട് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. കർമ്മരംഗം കൂടുതൽ നല്ല നിലയെ പ്രാപിക്കും. ആഗ്രഹിക്കുന്നത് പോലെയുള്ള പുരോഗതിയും അഭിവൃദ്ധിയും കർമ്മരംഗത്ത് കർക്കടകം രാശിക്കാർക്ക് ഉണ്ടാകുന്നതാണ്. വിവിധ മേഖലകളിൽ സ്വന്തമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് വരുന്നവർക്ക് കൂടുതൽ ഉയർച്ചയിലേക്ക് പോകാനുള്ള അവസരം കിട്ടും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഒരുപാട് ഗുണമുണ്ടാകുമെന്നാണ് പറഞ്ഞതിനർത്ഥം. അന്യദേശങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ജൂൺ മാസത്തിൽ അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ ജൂണിൽ തീരുമാനമാകാനുള്ള സാധ്യത ഉണ്ട്. നിലവിലുള്ള നിങ്ങളുടെ ജോലിയിൽ ഗുണകരമായിട്ടുള്ള കുറേ അധികം മാറ്റങ്ങളും ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. കച്ചവട മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല നേട്ടങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ കൈവരിക്കാൻ അവസരമുണ്ടാകും. കൂടുതൽ സാമ്പത്തിക പുരോഗതി ലഭിക്കും. കൂടുതൽ അനുകൂലമായ നല്ല നേട്ടങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം ഉണ്ടാകും. ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടില്ലാത്ത മേഖലയിൽ ബിസിനസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നേക്കും. അത് നിങ്ങൾക്ക് ഒട്ടേറെ അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ പഠന പുരോഗതി ഉണ്ടാകും. ഉപരിപഠന സാധ്യതയും തെളിയുകയാണ്. കാർഷിക രംഗത്തും അതുപോലെ ചെറുകിട
വ്യത്യസ്തങ്ങളായ കച്ചവടങ്ങളുടെ മേഖലയിലുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ ജൂണിൽ പുതിയ കുറച്ച് അനുകൂലമായ മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. വിവിധ മേഖലകളിൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. തീർത്ഥാടനങ്ങൾക്ക് സാഹചര്യമൊരുങ്ങും. വളരെ പ്രസിദ്ധമായ തീർത്ഥാടന സങ്കേതങ്ങളിൽ ദർശനം നടത്തി വരാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ്. വളരെ സുപ്രധാനമായ നിർണായകമായ മാറ്റങ്ങളിൽ ചിലത് നിങ്ങൾക്ക് ഈ കർക്കിടക രാശിക്കാർക്ക് ഉണ്ടാകുന്നതാണ് ഈ ജൂണിൽ തന്നെ. അതെല്ലാം ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. നിങ്ങളുടെ ചുറ്റുപാടുകൾ ശ്രദ്ധിച്ചു പഠിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുക. വ്യക്തിപരമായിട്ട് നിങ്ങളുടെ രാശി മനസ്സിലാക്കി നിങ്ങളുടെ ജനനത്തീയതിയും സമയവും അനുസരിച്ചുള്ള ഗ്രഹസ്ഥിതി തയ്യാറാക്കി വിശദമായി പഠനം ചെയ്ത് ഉത്തമമായ പരിഹാരങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ വിജയവും ലഭിക്കുന്നതാണ്. മകം, പൂരം, ഉത്തരം നാളിൻ്റെ ആദ്യത്തെ 15 നാഴിക ഇവ ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ജൂൺ 1-ാം തീയതിയിലെ വ്യാഴത്തിൻ്റെ മാറ്റത്തെ തുടർന്ന് ജൂൺ മാസം മുഴുവനും ഗുണദോഷ സമ്മിശ്രമായിട്ട് തുടരും. വ്യാഴം വരുന്നത് സ്ഥാനം കൊണ്ട് 12-ലോട്ടാണ്. എന്നാൽ വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ നിൽക്കുന്നതിനാൽ വലിയ ദോഷങ്ങളൊന്നും ചെയ്യുകയില്ല. അപ്പം നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള ഒട്ടേറെ സാഹചര്യങ്ങൾ ഉണ്ടാകും. ഗുണാനുഭവങ്ങൾ തൊഴിൽ രംഗത്ത് വന്നു ചേരും. പുതിയ തൊഴിലിന് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ഈ ജൂണിൽ തന്നെ അത് സാധിച്ചേക്കും. വിദേശ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ആ കാര്യത്തിലും അനുകൂല തീരുമാനങ്ങൾക്ക് ഇടയുണ്ട്. അന്യദേശങ്ങളിൽ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ ഈ സമയത്ത് വരാം. നിങ്ങൾ ദീർഘകാലമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. പുതിയ മേഖലകളിൽ പ്രവർത്തനം തുറന്നു കിട്ടും. നൂതനമായ സംരംഭങ്ങളിൽ പ്രവർത്തിക്കാനും അത് വിജയത്തിലെത്തിക്കാനും അവസരമുണ്ടാകും. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധി, പുരോഗതി, ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഉയർച്ച, കാര്യവിജയം ഇതെല്ലാം ഉണ്ടാകാവുന്ന സമയമാണ്. ജീവിതത്തിൽ എല്ലാ നിലയിലും അഭിവൃദ്ധിയും പുരോഗതിയും നിങ്ങൾക്ക് വന്നു ചേരാൻ ഇടയുണ്ട്. നിങ്ങളുടെ ബിസിനസ് ശൃംഖലയെ കൂടുതൽ വിപുലീകരിക്കാൻ കഴിയും. നിങ്ങൾക്ക് കൂടുതൽ വരുമാനത്തിലേക്ക് എത്തിച്ചേരാനുള്ള സന്ദർഭമാണ് വരുന്നത്. സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവരവരുടെ രംഗത്ത് നല്ല വളർച്ചയ്ക്ക് അനുകൂല സമയമാണ്. ജാതകത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ നേട്ടം, ഉയർച്ച, പുരോഗതി എല്ലാ രീതിയിലും അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ, സാമ്പത്തികമായിട്ട് അപൂർവ നേട്ടങ്ങൾ ഇതിനൊക്കെ സാധ്യത ഉണ്ട്. വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല പുരോഗതി, ലക്ഷ്യപ്രാപ്തി ഇതിനവസരം കാണുന്നുണ്ട്. ഇനി വിവിധ ഔദ്യോഗിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഒട്ടേറെ സൗകര്യങ്ങൾ ലഭിക്കുന്നതിന് കാരണമാകും. മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടാകും. ജീവിതത്തിൻ്റെ അഭിലാഷങ്ങൾ നിറവേറപ്പെടും. വിവാഹാദി കാര്യങ്ങളിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകും. പ്രണയ സാഫല്യങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ്. പുതിയ ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കത് അതിവേഗം പൂർത്തീകരിക്കാൻ അവസരം ലഭിക്കും. നൂതന ഗൃഹോപകരണങ്ങൾ നേടിയെടുക്കാൻ അവസരമുണ്ടാകുന്നതാണ്. വസ്തുവാഹനാദികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം കാണുന്നുണ്ട്. കുടുംബത്തിൽ കാവുകളോ ക്ഷേത്രങ്ങളോ വച്ചാരാധനകളോ ഉള്ളവർ
പ്രത്യേകമായിട്ട് ആ കാര്യം പരിഗണിച്ച് വേണ്ടത് ചെയ്യേണ്ടതാണ്. പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ കുറെ കൂടി ഉത്തരവാദിത്വം പ്രത്യേകിച്ച് ഈ ജൂൺ മാസത്തിൽ കാണിക്കേണ്ടത് അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട്. സമഗ്രമായ നിങ്ങളുടെ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ കണ്ടെത്തി മുമ്പോട്ട് പോവുക. ഉത്തരം നാളിൻ്റെ അവസാന 45 നാഴിക, അത്തം ചിത്തിര ആദ്യ 30 നാഴിക. ഇത്രയും ചേർന്ന കന്നിക്കൂറുകാരുടെ ജൂൺ മാസത്തിലെ ഫലം നോക്കുമ്പോൾ 11ാം ഭാവത്തിലോട്ടാണ് വ്യാഴം വരുന്നത്. അത് വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ച് ഉച്ച രാശിയും കൂടിയാണ് വ്യാഴത്തിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ രീതിയിലും അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ കൈവരും. വളരെ പുരോഗതി ലഭിക്കും. നൂതനമായ ഒട്ടേറെ ആശയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിയും. എല്ലാ രംഗങ്ങളിലും നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലി ലഭിക്കാൻ ജൂണിൽ നിങ്ങൾക്ക് അവസരം കിട്ടും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതിനും സാധിക്കുന്നതാണ്. അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ കർമ്മരംഗത്ത് ഇപ്പോൾ തന്നെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ പലതും ആരംഭിച്ചിട്ടുണ്ടാകാം. ഒട്ടേറെ ഗുണാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുള്ള ഒരു സന്ദർഭമാണ് ജൂൺ മാസം. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വളരെ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ വന്നു ചേരും. കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക പുരോഗതി കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവടം വിപുലീകരിക്കാൻ കഴിയും. നിങ്ങളുടെ കച്ചവടത്തിൽ കൂടുതൽ ആശയങ്ങൾ കൊണ്ടുവരാനും നടപ്പിലാക്കാനും കഴിയും. നിങ്ങളുടെ കച്ചവട രംഗത്തെ കുറെ കൂടി വികസിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് അവസരമുണ്ടാകും. ഇതുവരെ പ്രവേശിച്ചിട്ടില്ലാത്ത പുതിയ മേഖലയിലേക്ക് നിങ്ങളുടെ കച്ചവടം വ്യാപിപ്പിക്കാനായിട്ട് സാധിക്കും. സാമ്പത്തികമായി വലിയ വളർച്ച നേടാനുള്ള അവസരമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒട്ടേറെ പേർക്ക് ഗുണങ്ങളുണ്ടാകും. തങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖലയിൽ കൂടുതൽ വളരാൻ കഴിയും, കൂടുതൽ വികസിക്കാൻ കഴിയും, കൂടുതൽ സ്ഥിരത കൈവരിക്കാൻ കഴിയും, കൂടുതൽ പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാവുകയും ചെയ്യും. ഔദ്യോഗിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും പൊതുവെ തൃപ്തികരമായ സാഹചര്യം ഉണ്ടാകും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം. വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല. ചെലവുകളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം. പണം ഉപയോഗിക്കുന്നതിൽ നല്ല സൂക്ഷ്മത വേണം. സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിച്ച് നടത്തണം. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ വളരെ ആലോചിച്ച് എടുക്കേണ്ടതാണ്. ഗൃഹനിർമ്മാണവും മറ്റും നടത്തുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്തില്ലെങ്കിൽ പാഴ്ചെലവുകൾ വർദ്ധിക്കുന്നതിനും നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനും വളരെ സാധ്യതയുള്ള സമയമാണ്. എല്ലാ കാര്യങ്ങളിലും വളരെ ജാഗ്രത പാലിക്കേണ്ടതാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ്. സംഭാഷണത്തിൽ കുറച്ചുകൂടി കരുതലും മിതത്വവും ശീലിക്കുന്നത് നല്ലതാണ്. മനസ്സിന് ടെൻഷനും പിരിമുറുക്കവും ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. സമ്പൂർണമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ടെത്തി മുമ്പോട്ട് പോവുക. ചിത്തിര ഒടുവിലത്തെ 30 നാഴിക, ചോതി വിശാഖം ആദ്യത്തെ 45 നാഴിക. ഇത്രയും ചേർന്ന തുലാക്കൂറുകാർക്ക് ഈ ജൂൺ മാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത ചില മാറ്റങ്ങളാണ് കാണുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടെ പ്രവർത്തിക്കുക. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊരല്പം കാലതാമസം ഉണ്ടാകാം. എങ്കിലും പരിശ്രമം തുടരുക. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരും കുറച്ച് കാലതാമസത്തെ നേരിട്ടേക്കാം. പരിശ്രമം തുടരുക. അതോടൊപ്പം ഇങ്ങനെയുള്ള ശ്രമങ്ങളിൽ നഷ്ടങ്ങൾ സംഭവിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അന്യദേശങ്ങളിൽ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ കുറെ കൂടി സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാം. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം ജോലിയിൽ
ചില പോരായ്മകളും കുറവുകളും ഉണ്ടാകാം. അത് ഒഴിവാക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഉടനെ നടക്കണമെന്നില്ല. അതുകൊണ്ട് സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ചെയ്യുക. യാത്രാക്ലേശം, അലച്ചിൽ ഇതൊക്കെ അനുഭവപ്പെടാം. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ വളരെ കരുതൽ സ്വീകരിക്കേണ്ടതാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ആലോചിച്ച് വേണം ആ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത്. സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അതീവ ശ്രദ്ധയോടുകൂടി തുടരണം. അവനവൻ്റെ കർമ്മരംഗം നിലനിർത്തിക്കൊണ്ടുപോകാൻ നന്നായി പരിശ്രമിക്കണം. കാർഷിക മേഖലയിലും മറ്റ് ചെറുകിട പ്രസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നവർ ജാഗ്രതയോടെ അവനവൻ്റെ പ്രസ്ഥാനങ്ങളെ നിലനിർത്താൻ വേണ്ട പരിശ്രമം ചെയ്യുക. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും വളരെ സൂക്ഷ്മതയോടുകൂടിയ പ്രവർത്തനം കാഴ്ചവെക്കേണ്ട സമയമാണ് ഇത്. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിർത്താൻ പ്രത്യേകം ശ്രമിക്കണം. സംഭാഷണത്തിൽ വേണ്ടത്ര ആത്മനിയന്ത്രണം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. മനസ്സംഘർഷം ഉണ്ടാവാതിരിക്കാൻ ധ്യാനം, പ്രാർത്ഥന ഇതൊക്കെ നല്ലതാണ്. എല്ലാ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമുള്ള ഒരു സമയമാണ്. സമ്പൂർണമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധികൾ കണ്ടെത്തി മുമ്പോട്ട് പോകുന്നത് നല്ലതാണ്. ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് നവഗ്രഹ ശാന്തി കർമ്മം പ്രത്യേകമായിട്ട് നടത്തുന്നത് വളരെ ഗുണം ചെയ്യും. എല്ലാ കാര്യങ്ങളിലും നേട്ടമുണ്ടാവുകയും ചെയ്യും. വിശാഖം നാളിൻ്റെ ഒടുവിലുള്ള 15 നാഴിക, അനിഴം, തൃക്കേട്ട ഇവ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ ജൂൺ മാസം പൊതുവെ അനുകൂലമാണ്. നിങ്ങൾക്ക് ഒട്ടേറെ അനുകൂലമായ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ദീർഘകാലമായി ചിന്തിക്കുന്ന പല കാര്യങ്ങളും സഫലമാകും. നന്നായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങൾ പലതും നേടിയെടുക്കാൻ സാധിക്കും. സാമ്പത്തിക പുരോഗതി കൈവരിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. തികച്ചും നൂതനമായ സംരംഭങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നതിലൂടെ വളരെയധികം നേട്ടങ്ങളും സാമ്പത്തിക പുരോഗതിയും നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പുതിയ ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണം സഫലമാകും. ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കാൻ അവസരം ലഭിക്കും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ്. നല്ല ജോലിയിൽ എത്തിച്ചേരാനുള്ള എല്ലാ സാഹചര്യവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അന്യരാജ്യങ്ങളിൽ വിവിധ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഒട്ടേറെ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് പല ഗുണങ്ങളും വന്നു ചേരും. നിങ്ങളുടെ നിലവിലുള്ള കർമ്മരംഗത്ത് ഗുണകരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്ന ഒരു സമയമാണ് ഈ ജൂൺ മാസം. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വളരെ പുരോഗതിയും അഭിവൃദ്ധിയും ഉണ്ടാകും. നന്നായി ശ്രമം തുടരുക. കച്ചവടക്കാർക്ക് വലിയ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. സാമ്പത്തിക പുരോഗതി കൈവരുന്നതാണ്. കച്ചവടം കൂടുതൽ വിപുലീകരിക്കാൻ സാധിക്കുന്നതാണ്. പ്രവർത്തന മേഖലയെ കൂടുതൽ വികസിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇതുവരെ പ്രവർത്തനം നടത്തിയിട്ടില്ലാത്ത പുതിയ മേഖലയിൽ പ്രവേശിച്ച് ആ രംഗത്ത് ബിസിനസ് ആരംഭിക്കുവാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എല്ലാ രീതിയിലുമുള്ള ഉയർച്ചയും പുരോഗതിയും കൈവരിക്കാൻ പര്യാപ്തമായ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്. വിവിധ രംഗങ്ങളിൽ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തങ്ങളുടെ കർമ്മമേഖലയിൽ നല്ല മാറ്റങ്ങളുണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. പുരോഗതി കൈവരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പല നേട്ടങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സമയമാണ് ഇത്. ഔദ്യോഗിക രംഗത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാർഷിക ചെറുകിട പ്രസ്ഥാനങ്ങളിലുള്ളവർക്കെല്ലാം
അതിൻ്റെ പ്രയോജനങ്ങൾ ഉണ്ടാകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ കാലഘട്ടം ഉണ്ടാകുന്നതാണ്. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുകയും സന്തോഷകരമായി തീരുകയും ചെയ്യും. തീർത്ഥാടന യോഗം കാണുന്നുണ്ട്. വളരെ വിശേഷപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ദർശനം നടത്തുന്നതിനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് പ്രണയ സാഫല്യമുണ്ടാകാൻ ഇടയുണ്ട്. വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമാകുന്നതിനും സാധ്യതയുണ്ട്. സമഗ്രമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് മുമ്പോട്ട് പോവുക. മൂലം, പൂരാടം, ഉത്തരാടം നാളിൻ്റെ ആദ്യ 15 നാഴിക ഇവ ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ ജൂൺ മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. കാരണം വ്യാഴം 7-ൽ നിന്ന് 8-ലേക്കാണ് മാറിയിരിക്കുന്നത്. 8-ലെ വ്യാഴം പൊതുവെ നല്ലതല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഉച്ചക്ഷേത്രമായ കർക്കിടക രാശിയിൽ വന്നതിനാൽ വലിയ ദോഷം ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കർമ്മരംഗത്ത് ചില അനുകൂലമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. നൂതനമായ സംരംഭങ്ങളിൽ പ്രവേശിക്കാനുള്ള അവസരമുണ്ടാകും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിച്ചേക്കാം. സ്ഥലം മാറ്റത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിന് അവസരമുണ്ടാകും. കമ്പനി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ കാര്യത്തിലും തീരുമാനമുണ്ടാകും. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും ഉയർച്ചയും പുരോഗതിയും നേട്ടങ്ങളും അഭിവൃദ്ധിയും കൈവരിക്കാൻ ഈ അവസരം ഉണ്ടാകുന്നതാണ്. പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ കുറെ കൂടി കൂടുതൽ സൂക്ഷ്മത കാണിക്കേണ്ടതാണ്. ഉപരിപഠന കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ നല്ലതുപോലെ പരിശ്രമിക്കണം. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സ്ഥിതിയാണ്. നിങ്ങളുടെ കച്ചവടം കൂടുതൽ വിപുലീകരിക്കുന്നതിന് ശ്രമിക്കേണ്ടതാണ്. കച്ചവട മേഖല കൂടുതൽ വികസിപ്പിക്കുന്നതിന് ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ലാത്ത പുതിയ മേഖലയിലേക്ക് കച്ചവട പരീക്ഷണവുമായിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ ശരിയായി പഠിച്ചു മനസ്സിലാക്കി ഇറങ്ങേണ്ടത് അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകളെല്ലാം പ്രത്യേകം ശ്രദ്ധയോടുകൂടി നടത്തേണ്ടതാണ്. നിങ്ങളുടെ വിവിധ മേഖലകളിൽ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് നന്നായി പരിശ്രമിച്ചാൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും. അശ്രദ്ധയും ആലോചനക്കുറവും കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മമേഖലയിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. യാത്രാക്ലേശം, അലച്ചിൽ, അസ്വസ്ഥതകൾ ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ആരോഗ്യകാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിൻ്റെ സംഘർഷവും പിരിമുറുക്കവുമൊക്കെ അയഞ്ഞ് ശാന്തത കൈവരുവാനായിട്ട് ധ്യാനം, യോഗ ഒക്കെ ശീലിക്കുന്നത് നല്ലതാണ്. സമ്പൂർണമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് പരിഹാരം ചെയ്ത് മുമ്പോട്ട് പോവുക. ഉത്രാടം നാളിൻ്റെ ഒടുവിലുള്ള 45 നാഴിക, തിരുവോണം, അവിട്ടം നാളിൻ്റെ ആദ്യ 30 നാഴിക ഇവ ചേർന്ന മകരക്കൂറുകാർക്ക് ജൂൺ മാസം അത്ര അനുകൂലമായിരിക്കുകയില്ല. വ്യാഴം വരുന്നത് ഉച്ചക്ഷേത്രമായ കർക്കിടക രാശിയിലേക്കായതിനാൽ വലിയ ദോഷങ്ങളും ഉണ്ടാവുകയില്ല. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ ഒരല്പം കാത്തിരിക്കേണ്ടതായിട്ട് വരാം. ചെറിയ കാലതാമസമൊക്കെ കാണുന്നുണ്ട്. എങ്കിലും നിങ്ങൾ പരിശ്രമം തുടരുക തന്നെ വേണം. അധികം വൈകാതെ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ്. വിദേശ തൊഴിലിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്കും ഈ താമസം നേരിടാം. നിങ്ങൾ അതിനുവേണ്ടിയുള്ള പരിശ്രമം നിർത്തണ്ട, പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്കിടയിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ പ്രത്യേകം കരുതലെടുക്കണം. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മതയും ശ്രദ്ധയും വേണം. എങ്കിലേ ഉദ്ദേശിച്ച ഒരു പുരോഗതി ഉണ്ടാവുകയുള്ളൂ. കച്ചവടക്കാർ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതെ ഇരിക്കുവാൻ വളരെ കരുതലോടെ പ്രവർത്തിക്കണം. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ വിപുലീകരിക്കാൻ ശ്രമിക്കണം. ബിസിനസ് രംഗത്തെ കൂടുതൽ വികസിപ്പിക്കാൻ ശ്രമിക്കണം.
പുതിയ മേഖലയിൽ ബിസിനസ് വ്യാപിപ്പിക്കാൻ ശ്രമിക്കണം. കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കണം. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് തൃപ്തികരമല്ലാത്ത ഒട്ടേറെ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. അന്യദേശങ്ങളിലും മറ്റും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ കൂടുതൽ സൂക്ഷ്മത പാലിക്കണം. നിങ്ങളുടെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം എന്തെങ്കിലും പോരായ്മകൾ നിങ്ങളുടെ ജോലിയിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ജോലിയെ തന്നെ ബാധിച്ചേക്കാം. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രധാന തീരുമാനങ്ങളെല്ലാം ശ്രദ്ധിച്ച് എടുക്കുക. പിന്നെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരും വളരെ നന്നായി പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യകാര്യം ശ്രദ്ധിക്കണം. മനസ്സിന് പിരിമുറുക്കങ്ങൾ കുറയ്ക്കാനായിട്ട് യോഗ, മെഡിറ്റേഷനൊക്കെ ശീലിക്കണം. സമ്പൂർണമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ കണ്ടറിഞ്ഞ് പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോവുക. അവിട്ടം നാളിൻ്റെ ഒടുവിലത്തെ 30 നാഴിക ചതയം, പൂരുരുട്ടാതി നാളിൻ്റെ ആദ്യ 45 നാഴിക ഇവ ചേർന്ന കുംഭക്കൂറുകാർക്ക് ജൂൺ മാസം ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നതാണ്. വ്യാഴം വരുന്നത് ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിനായ വലിയ ദോഷങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾക്ക് കർമ്മരംഗത്ത് വളരെ അനുകൂലമായ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കും. വളരെ കാലമായി ആഗ്രഹിച്ച ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ നല്ല ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കും. എന്നാൽ അങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിച്ച് തന്നെ നടത്തണം. കച്ചവടക്കാർക്ക് ധനനഷ്ടങ്ങൾക്കിടയുണ്ട്. വളരെ കരുതലോടുകൂടി ചെയ്യണം. പണമിടപാടുകൾ സൂക്ഷിച്ച് നടത്തണം. വിവിധ മേഖലകളിൽ കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ ജാഗ്രതയോടെ പരിശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടെ സാഹചര്യം നന്നായി പഠിച്ചു മനസ്സിലാക്കി വേണ്ടത് ചെയ്യണം. കച്ചവട രംഗം കൂടുതൽ വിപുലീകരിക്കാൻ നോക്കണം. കൂടുതൽ വികസിപ്പിക്കാൻ ശ്രമിക്കണം. അങ്ങനെയുള്ള നല്ല കച്ചവട മേഖലകളിൽ ഇറങ്ങുമ്പോൾ എല്ലാ പശ്ചാത്തലവും ചുറ്റുപാടും സാഹചര്യങ്ങളും ശ്രദ്ധിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നതായാൽ വളരെ വിജയമുണ്ടാകും. വിവിധ രംഗങ്ങളിൽ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒട്ടേറെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. നല്ലതുപോലെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നല്ല വിജയം നേടിയെടുക്കാം. വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമാകും. പ്രണയ സാഫല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വ്യക്തിബന്ധങ്ങളെ നന്നായി നിലനിർത്തി പോകണം. നിങ്ങളിൽ പലർക്കും ദൂരദേശങ്ങളിലുള്ള പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തുന്നതിനും അങ്ങനെ ആരാധനകൾ ചെയ്യുന്നതിനുമൊക്കെയുള്ള അവസരം ലഭിക്കുന്നതാണ്. അത് ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ കണ്ടറിഞ്ഞ് വേണ്ട പരിഹാരം ചെയ്യുക. പൂരുരുട്ടാതി ഒടുവിലുള്ള 15 നാഴിക, ഉത്രട്ടാതി രേവതി ഇവ ചേർന്ന മീനക്കൂറുകാർക്ക് ജൂൺ മാസത്തിലെ വ്യാഴമാറ്റം ഗുണദോഷ സമ്മിശ്രം തന്നെയാണ്. ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നത് എന്ന് പറയാം. വ്യാഴം വന്നിരിക്കുന്നത് ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലായതുകൊണ്ട് പ്രത്യേകമായ അനുകൂല ഭാവങ്ങളും ഉണ്ടാകും. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. വളരെ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതകൾ ഉണ്ടാകും. ജീവിതത്തിൽ എല്ലാ രീതിയിലുമുള്ള ഉയർച്ചയും പുരോഗതിയും നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അന്യദേശങ്ങളിൽ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഒട്ടേറെ അനുകൂലമായ മാറ്റങ്ങളും ഗുണാനുഭവങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത്ര നല്ല പുരോഗതി ഉണ്ടാകും. കച്ചവടക്കാർക്ക് സാമ്പത്തികമായി വളരെ നേട്ടങ്ങളുണ്ടാകും. നിങ്ങളുടെ ബിസിനസ് ശൃംഖല കൂടുതൽ വിപുലീകരിക്കാൻ കഴിയും. നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങൾ കൂടുതൽ വികസിപ്പിക്കാനും അതുവഴി
സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനും കഴിയും. പുതിയ മേഖലയിൽ പ്രവേശിച്ച് നിങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. ആരോഗ്യപരമായിട്ട് പൊതുവെ തൃപ്തികരമായ സാഹചര്യമുണ്ടാകും. വിവാഹ ആലോചനകളിൽ ഈ ജൂണിൽ തന്നെ തീരുമാനമാകാൻ ഇടയുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങാനുള്ള അവസരമുണ്ടായേക്കും. ദീർഘകാലമായി മനസ്സിൽ വെച്ചു പുലർത്തുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. പല വിധത്തിൽ അനുകൂലമായ ഒട്ടേറെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാ രീതിയിലുമുള്ള വലിയ പുരോഗതി നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയും. ശ്രദ്ധിച്ചു പ്രവർത്തിക്കുക. വിവിധ ഔദ്യോഗിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ ജൂൺ മാസത്തിൽ അനുകൂലമായ പല തീരുമാനങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കാർഷിക രംഗത്തും മറ്റ് പ്രസ്ഥാനങ്ങളിലുള്ളവർക്ക് നേട്ടങ്ങളുണ്ടാകും. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വഴിത്തിരിവുകളുടെ കാലഘട്ടമാണ് ജൂൺ. അതുകൊണ്ട് ശ്രദ്ധാപൂർവം വേണ്ട കാര്യങ്ങൾ ചെയ്യുക. സമഗ്രമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് പ്രവർത്തിക്കുക. നല്ല പുരോഗതി ഉണ്ടാകും. നമസ്കാരം.